മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം വാർദ്ധക്യത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാമെന്നാണ് അച്ഛൻ വിചാരിക്കുക. പണ്ട് വാർദ്ധക്യം ഇത്രയേറെ പഠനവിധേയമായിട്ടില്ല. കാരണം ഒന്ന്, 60 മേൽ ജീവിച്ചിരുന്നവരുടെ എണ്ണമൊക്കെ വളരെ പരിമിതമാണ്. കൂടാതെ പ്രായം അതിൽ തന്നെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. പ്രായമുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവർക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുക, ഇതൊക്കെ പണ്ടത്തെ ഒരു അവസ്ഥാവിശേഷമായിരുന്നു. അതൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ലേവ്യർ 19:32 പറയുന്നു, പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം എന്നാണ് ബൈബിൾ പറയുക. എന്നാൽ ഇന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. വല്യപ്പച്ചൻ വലിയ റോളൊക്കെ ഇന്ന് അല്പം മന്ദീഭവിച്ചു പോയി. വല്യപ്പച്ചനെ കൊണ്ട് മകനിങ്ങനെ തള്ളിക്കൊണ്ടു പോകും. കൊച്ചുമോൻ ചോദിക്കുന്നു, വല്യച്ചാച്ചനെ എങ്ങോട്ട് കൊണ്ടുപോവുക? വല്യച്ചാച്ചന് കണ്ണും കാണാൻ മേലെ ചെവിയും കേൾക്കാൻ പറ്റില്ല, ആ കുഴി കൊണ്ട് തട്ടാൻ പോകുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞ് ഞാനോട് വരുന്നുണ്ടല്ലോ കുഴിയുടെ അടുത്തോട്ട്. കൊച്ചുമോൻ പറഞ്ഞു, എന്തിനാണ് നീ വരുന്നത്? അച്ചാച്ചൻ പ്രായമാകുമ്പം ഏത് കുഴിയിലാണ് തട്ടണ്ടെന്ന് നോക്കാനാന്ന് പറഞ്ഞു. അതൊരു പൊട്ടക്കഥയാണെങ്കിൽ പോലും അതിൽ ചില മൂല്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ മക്കൾ നമ്മൾ തരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ഇന്നുണ്ട്. ചിലർക്ക് റിട്ടയർമെൻറ്റ് അതിൽ തന്നെ വാർദ്ധക്യമായി എന്ന തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഈ ചിന്തകൾ തരുന്നതിൻ്റെ പുറകിൽ വൃദ്ധർക്ക് അവരെ തന്നെ ഒന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് വൃദ്ധരെ മനസ്സിലാക്കുവാനും സഹായകമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. 2 തരത്തിലാണ് മനുഷ്യപ്രകൃതികൾ 4 തരത്തിലുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ടെമ്പറമെൻറ്റ്സ് എന്നാണ് പറയുക. അതിലേതാണ് എൻ്റേത് എന്നൊന്ന് കണ്ടുപിടിക്കുവാൻ സഹായിക്കട്ടെ. ഒന്ന്, ആംഗ്രി ടെമ്പറമെൻറ്റ്, കോപപ്രകൃതിയാണ്. എന്ത് കേട്ടാലും വിമർശിക്കും, ഉത്തരം ഷാർപ്പ് പോയിൻറ്റ്സ് ഉൾക്കൊള്ളുന്നതായിരിക്കും. നല്ലൊരു ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കുകയുമില്ല. ഇങ്ങനെയുള്ള ചിലരാണ്. അതാണ് ആംഗ്രി ടെമ്പറമെൻറ്റ് എന്ന് പറയുക. 2, ഹാപ്പി ടെമ്പറമെൻറ്റ്, സന്തോഷപ്രകൃതി. എന്ത് പറഞ്ഞാലും ചിരിച്ചു കാണിക്കും, ജീവിതത്തെക്കുറിച്ച് കാര്യമായ ലക്ഷ്യബോധമില്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയോ നിർവഹിക്കുകയോ ചെയ്യൽ. അതാണ് നമുക്ക് ഹാപ്പി ടെമ്പറമെൻറ്റ്. 3, പാസീവ് ടെമ്പറമെൻറ്റ്, ശാന്തപ്രകൃതിയാണ്. ഒരു മനുഷ്യനും ഒരു ശല്യവും ഉണ്ടാക്കില്ല, ഒന്നും ചെയ്യുകയില്ല, ഉണ്ണണം ഉറങ്ങണം എന്ന ചിന്തയുള്ളൂ. അതാണ് പാസീവ് ടെമ്പറമെൻറ്റ്. 4, ആക്റ്റീവ് ടെമ്പറമെൻറ്റ്, മലയാളത്തിൽ നമ്മൾ പറയുന്നത് ക്രിയാത്മക പ്രകൃതി എന്നാണ്. ഈ പ്രകൃതിക്ക് നല്ല ഉത്തരവാദിത്വ ബോധമുണ്ട്, ലക്ഷ്യബോധമുണ്ട്, എന്ത് ജോലിയും ഏൽപ്പിക്കാം, അവർ കൃത്യമായിട്ട് നന്നായിട്ട് അത് ചെയ്തിരിക്കും. ഇവർ കാണേണ്ടിടത്ത് കാണും, കാണേണ്ടിടത്ത് കാണുകയില്ല, ആവശ്യമില്ലാത്തടത്ത് പോകത്തില്ല, അധികം സംസാരിക്കുകയില്ല. എന്തെങ്കിലും മറുപടി നൽകിയാൽ അത് സത്യവുമായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അവരവരുടെ പ്രകൃതി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ലത് ഈ ആക്റ്റീവ് ടെമ്പറമെൻറ്റാണ്, ക്രിയാത്മക പ്രകൃതിയാണ്. ഇതൊന്ന് മനസ്സിലാക്കുക. ടെമ്പറമെൻ്റ് ഒരിക്കലും മാറ്റാൻ പറ്റുകയെന്ന് അച്ഛനറിയാം. ഇത് മനസ്സിലാക്കിയിരിക്കുക. അതനുസരിച്ച് ചില മോഡുലേഷൻസൊക്കെ നമുക്ക് സാധിക്കും. അതിനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കത്തുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ കത്ത് ആരുടേതാണ്? ഇന്നത്തെ ആദ്യത്തെ കത്ത് എറണാകുളത്ത് നിന്നും ജാസ്മിൻ എഴുതുന്നതാണ്. അച്ഛാ, ഞാനിപ്പോൾ 3rd DC പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. 6ാം ക്ലാസ് വരെ സാമാന്യം നന്നായി പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു പ്രേമം മുളച്ചു. അന്നു മുതൽ ഇന്ന് വരെ നന്നായി പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അന്നു മുതൽ എൻ്റെ മനസ്സ് മുഴുവൻ മ്ലേച്ഛമായ ചിന്തകളായിരുന്നു. എൻ്റെ 13ാം വയസ്സിൽ ബന്ധുവും ക്ലാസ്മേറ്റുമായിരുന്ന ഒരുവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി. ഒരിക്കൽ അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്ന അവസരത്തിൽ ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടു. പിന്നീട് എൻ്റെ ചേട്ടനും അനുജനും
മോശമായി എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. 17-ാമത്തെ വയസ്സിലാണ് അവൻ എൻ്റെ മുൻപിൽ മനസ്സ് തുറന്നത്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾ തമ്മിൽ അടുത്തു. പിന്നീട് വീട്ടുകാർ തമ്മിൽ പിണങ്ങിയപ്പോൾ വലിയ അടുപ്പം കുറഞ്ഞു. അപ്പോൾ എന്നിൽ ഒത്തിരി ദുശീലങ്ങൾ കടന്നു വന്നു. മ്ലേച്ഛമായ ചിന്തകൾ, പ്രവൃത്തികൾ എന്നിലുണ്ടായി. സ്വയം ഭോഗം ചെയ്യാറുണ്ട്. കോളേജിൽ കൂട്ടുകാരുടെ മുൻപിൽ ഞാൻ സന്തോഷവതിയായി അഭിനയിക്കുകയാണ്. ഇപ്പോൾ ആൺകുട്ടികളെ ആരെ കണ്ടാലും എനിക്ക് അവരോട് പ്രേമം തോന്നും. സൗന്ദര്യമുള്ളവരെ എൻ്റെ ഭർത്താവായി സങ്കല്പിക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു ബസ് കണ്ടക്ടറുമായി പ്രേമത്തിലായി. എനിക്ക് ഇതിൽ നിന്നെല്ലാം മോചനം വേണം. എങ്ങനെ? അച്ഛൻ ഒരു മറുപടി തരുവാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ചെറുപ്പം മുതലേ മ്ലേച്ഛതയിൽ വളർന്നതായി കാണുകയാണ്. തീർച്ചയായും ഇതിൽ നിന്ന് ജാസ്മിന് മോചനമുണ്ട്. ഇത് എല്ലാ യുവജനങ്ങൾക്കും ഒരു പാഠമാണ് എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപ്പത്തിലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് നമ്മളെ വളരെയേറെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. ഭാവിയിൽ അത് ഒരു അപകടമായിട്ട് മാറും. ഉത്തമഗീതം 3:5 പറയുന്നത് പോലെ സമയമാകുന്നതിന് മുൻപ് പ്രേമത്തെ ഇളക്കി വിടരുത്. ഈ സമയമെന്ന് പറയുന്നത് വിവാഹ സമയമാണ്. വിവാഹത്തിന് പങ്കാളിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം ജീവിത വിശുദ്ധിയാണ്. മറ്റ് പണമോ മറ്റൊന്നുമല്ല, ജീവിത വിശുദ്ധി. അത് കൊടുക്കുവാനായിട്ട് ഓരോ യുവാവിനും യുവതിക്കും സാധിക്കണം. അതാണ് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം. സ്വയംഭോഗം നമ്മുടെ സന്തോഷം കെടുത്തുമെന്ന് മനസ്സിലായല്ലോ. ഈ കത്തിലൂടെ അത് വ്യക്തമാണ്. കുറ്റബോധം ഉളവാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് അത് മോശമായ ചിന്തകൾ എപ്പോഴും തരും. അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. മോള് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരോടും പ്രേമം തോന്നുന്നു ഒരവസ്ഥ. അത് ശരിയായ സ്നേഹമൊന്നുമല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം അങ്ങ് തോന്നുന്നതാണ്, ഒരു അഭിലാഷം തോന്നുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ജാസ്മിനോട് പറയാനുള്ളത് ഒരു നല്ല ധ്യാനം കൂടുക. ഈ കത്തെഴുതച്ചിലൂടെ ഒരു നന്മയിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ധ്യാനം കൂടുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം നേരെയാകും. കരുണയുള്ള കർത്താവ് മോളെ രക്ഷിക്കും എന്നുള്ളതിന് സംശയമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇതേപ്പറ്റി നിമ്മ എന്ത് പറയുന്നു? ജാസ്മിൻ പ്രേമത്തിൽ കസിനും ക്ലാസ്മേറ്റുമായിട്ടിരുന്ന ആളുമായിട്ട് പ്രേമത്തിൽ ഏർപ്പെട്ടു. അവനുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തി. അത് കഴിഞ്ഞു ഒരു യുവാവുമായിട്ട്, കാണുന്നവരെ എല്ലാവരെയും പ്രേമിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പിന്നെ ഒരു ബസ് കണ്ടക്ടറുമായിട്ടാണ് ഇപ്പം പ്രേമം. അതിൽ നിന്നാണ് മോചനം കിട്ടേണ്ടത്. അപ്പം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം സ്വയംഭോഗം എന്ന് പറയുന്നത് ലൈംഗിക വിശുദ്ധിക്ക് എതിരായ പാപമാണ്. അപ്പം ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ധാർമ്മിക പുണ്യവും ദൈവത്തിൻ്റെ ദാനവും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ദാനവുമാണ്. അപ്പം ജീവിത വിശുദ്ധിക്ക് ഏറ്റവും മാതൃകയായ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ക്രിസ്തുവാണ് എല്ലാ ജീവിത വിശുദ്ധിയുടെയും മാതൃക. എല്ലാവരും തങ്ങളുടെ പ്രത്യേക ജീവിതാവസ്ഥ അനുസരിച്ച്, അവരവരുടെ വിളി അനുസരിച്ച് ഈശോയെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുക. പിന്നെ പ്രത്യേകം പ്രാർത്ഥനയിലൂടെയും താപസ മുറകളിലൂടെയൊക്കെ ജീവിക്കുവാൻ അവസരം നൽകുക. നമ്മൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തിരുരക്തം തളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഈ സ്വയംഭോഗത്തിൽ നിന്നും ഈ അധാർമിക പ്രവൃത്തിയിൽ നിന്നും വിടുതൽ ലഭിക്കും. പിന്നെ വിശുദ്ധ കുർബാന സംബന്ധിക്കുവാൻ സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സജീവമായി പങ്കെടുക്കുക. വിശുദ്ധ ബലിയിൽ വിശുദ്ധ ശരീരവും രക്തവും ഒക്കെ വാഴ്ത്തുന്ന അവസരത്തിൽ തന്നെ അതിനകത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവൾക്ക് വിടുതൽ കിട്ടും എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ ജാസ്മിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം, അല്ലാതെ അതിന് വിടുതൽ കിട്ടത്തില്ല. അവൾ തന്നെ ശരിക്കും പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ ഒന്നും കാര്യം ഇതിനകത്ത് പറയുന്നില്ല. മാതാപിതാക്കളും മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ ഈ ശാലോം TV കാണുന്നവരാണെങ്കിൽ അവരും മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മകളുടെ ഈ ദുസ്വഭാവം അവളാരോടും പറയുന്നില്ലല്ലോ. അവൾ ഈ കസിനുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളുമായിട്ടും വഴിതെറ്റിയ ജീവിതം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കണമെങ്കിൽ ശരിക്കും പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് എല്ലാ ദുശ്ചിന്തകളിൽ നിന്നും സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും മോള് പ്രാർത്ഥിക്കണം.
അതുപോലെ വിശുദ്ധ കുർബാനയിൽ സാധിക്കുന്നിടത്തോളം പങ്കെടുത്ത് ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരണം. ഒരു തീരുമാനം എടുക്കണേ, ഇനി ഒട്ടും താമസിക്കരുത് എന്നാണ് പറഞ്ഞു വെച്ചത്. ടോംസൺ എന്ന് പറയുന്നു. എനിക്ക് ഈ കത്ത് വായിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈ മകളിൽ എവിടുന്നോ തിന്മയുടെ ദുരാസക്തി കടന്നു വന്നിട്ടുണ്ട്. അവൾ വഴിയാണ് ബാക്കിയുള്ളവരെല്ലാം മലിനമാക്കപ്പെട്ടതെന്ന് വേണം കാണാൻ. അവളിലായി തിന്മയെല്ലാം നിന്നത്. ഒരു പക്ഷേയെങ്കിൽ മറ്റവർക്കും അതിനോടുള്ള ഇതുണ്ടായിരുന്നതായിരിക്കാം. ഏതായാലും ഇതിനെല്ലാം ഇരയായത് ഇവളാണ്. അപ്പം ഇവൾക്കതിനകത്ത് ചെറുപ്പത്തിലെ ഏതോ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. ഒരിക്കൽ തിന്മയ്ക്ക് അടിമപ്പെട്ടാൽ അതിൻ്റെ ആസക്തി നമ്മളെ കീഴടക്കും. അതിൻ്റെ മേൽ ആധിപത്യം നേടുക അത്ര എളുപ്പമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കല്ലാതെ തിന്മയുടെ മേൽ ആധിപത്യം നേടാൻ, കാരണം നമ്മളെല്ലാം ജഡികരാണ്. ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മൾ പാപത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണ്. ഈ ബോധം നമുക്കുണ്ടാകണം. പാപത്തിൽ വീഴാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു പാപത്തിൻ്റെ അവസ്ഥ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പം നമ്മളതിലേക്ക് വീണു പോവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചേ മതിയാകൂ. നീ ഇപ്പോൾ ആ കത്ത് എഴുതിയതിൽ ഒത്തിരി സന്തോഷം. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് മോചനം കിട്ടട്ടെ. തീർച്ചയായിട്ടും ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനത്തിൽ തൻ്റെ നിലവിളി ഉയർത്തുന്നുണ്ട്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ദാവീദ് ചെയ്ത തെറ്റിനെപ്പറ്റി അനുദപിച്ച് നെടുമ്പാട് വീണ് നിലവിളിക്കുന്ന ഇത് നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആ സങ്കീർത്തനം ആലപിക്കാറുണ്ട്. മോൾ 51-ാം സങ്കീർത്തനം വായിച്ചിട്ട് അനുദപിക്കണം. അതുപോലെ തന്നെ മോളുടെ ഒരു ചെറുവിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ മോൾ വായിക്കണം. ഈ തിന്മയുടെ ആസക്തിക്ക് അടിമപ്പെട്ടവരെ ദൈവം കൈവിട്ടു എന്ന ഭീകരമായ രംഗം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിന് നിൻ്റെ മേൽ ഇടപെടാൻ പറ്റില്ല. കാരണം നീ അത്രയേറെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. പക്ഷേ നീ അത് ദുരുപയോഗിച്ചിട്ട് തിന്മയുടെ സ്വാധീനത്തിലേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന് നിൻ്റെ മേലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മോള് വളരെ ഗൗരവമായിട്ട് അതെടുക്കുകയും തീർച്ചയായിട്ടും ഇതിനൊരറുതി വരുന്നില്ലെങ്കിൽ നിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ മേൽ നീ വരുത്തി വെക്കുന്ന ഭീകരവും ഭയാനകവുമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ഈ പോക്കിൽ നിനക്കതിൽ നിന്ന് ശക്തമായ മോചനം ഇമ്മീഡിയറ്റായിട്ട് വാങ്ങുന്നില്ലെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ ഈ പോക്ക് പോയാൽ എയ്ഡ്സ് രോഗിയായിട്ടോ മറ്റു തിന്മയിലൂടെയൊക്കെ കടന്നു പോകാൻ വരാം. അതൊന്നും ദൈവം വരുത്താതിരിക്കട്ടെ. മോൾ വളരെ കർശനമായിട്ട് ഇതിനെ നിയന്ത്രിച്ചേ മതിയാകൂ. എല്ലാ തിന്മയിൽ നിന്നും വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ടാകണം. ദൈവം തന്നിരിക്കുന്നത് പരിശുദ്ധമായ ശരീരമാണ്. അതിനെ മലിനപ്പെടുത്തരുത്. 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ മോൾ വായിരതൊക്കെ. തിരുവചനം വായിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. എല്ലാ നിമിഷവും ദൈവമേ, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഊണിലും ഉറക്കത്തിലും തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയിൽ ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ് നിലവിളിക്കുക. എനിക്ക് വിടുതൽ വേണം കർത്താവേ. കർത്താവ് നിന്നെ കൈവിടത്തില്ല. ആര് കൈവിട്ടാലും കൈവിടാത്തവനാണ് കർത്താവ്. കർത്താവ് നിന്നെ പാപിയെ തേടി വന്നവനാ. മോള് തിരിച്ചു ചെന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് നിലവിളിക്ക്. കർത്താവ് നിന്നെ കാക്കും, നിന്നെ വിശുദ്ധീകരിക്കും, നിന്നെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള്, ഞങ്ങളുടെയൊക്കെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. നിനക്ക് തിന്മയിൽ നിന്ന് മോചനം വേണം. അത് ജീവിതത്തിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാം നഷ്ടപ്പെട്ടാലും ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്താ പറയുന്നത്? എല്ലാം നേടിയാലും ആത്മാവ് നഷ്ടമായാൽ ഒരു ഫലവുമില്ല. ഇത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് മോള് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഇതിന് മോചനത്തിനായിട്ട് കഠിന തപസ്സെടുത്ത് പ്രാർത്ഥിച്ച് മോചനം നേടണം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ടോംസൺ പറയുന്നത് സ്വയം നമുക്ക് സാധിക്കുന്നതിൻ്റെ ഗൗരവം എത്ര വ്യക്തമാണെന്ന് ജാസ്മിന് വ്യക്തമാക്കി തരികയാണ് ടോംസൺ ചെയ്തത്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൽ വിമുക്തി നേടുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ പൂർണ്ണമായും ശ്രമിക്കുമ്പോൾ ദൈവം അതിന് കൃപ തരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന നേരുകയാണ്. നമുക്ക് 2-ാമത്തെ കത്തിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത കത്ത് എവിടെ നിന്നാന്ന് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട അച്ഛ, ഞാൻ 17 വയസ്സുള്ള യുവതിയാണ്. പേര് ഡോണ.
ഞാൻ ക്രൈസ്തവ കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയണമെന്നുണ്ട്. അല്പം ആശ്വാസം ലഭിക്കുമല്ലോ. അച്ഛൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഞാനൊരു കസിൻ ബ്രദറുമായി അടുത്തു. ആങ്ങളയില്ലാത്തതിനാൽ ഒരു ആങ്ങളയെപ്പോലെ കരുതി. അയാൾ അത് മുതലെടുത്തു. അയാൾക്ക് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നീട് വളർന്ന അറിവായപ്പോൾ ഞാൻ എതിർത്തു. പക്ഷേ അയാൾ പലതരത്തിലും എന്നെ പീഡിപ്പിക്കുന്നു. അയാളുടെ ലൈംഗിക ദാഹത്തിന് ഞാൻ വഴങ്ങണമെന്ന് പറയുന്നു. അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വിമുക്തി കിട്ടുന്നില്ല. ഞാൻ സ്വയംഭോഗം ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു മറുപടി പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ഡോണായുടെ വിഷമങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നു. വളരെ ചെറുപ്പത്തിലെ കസിൻ ബ്രദർ മോളെ ദുരുപയോഗിച്ചതായിട്ടാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. ഇത് യുവതികൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. പുരുഷന്മാർ ആങ്ങള എന്ന ഭാവത്തിൽ ചിലപ്പോൾ അടുത്തുകൂടാ, പിന്നീട് അത് പ്രശ്നങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ പറയാനുള്ളത് നമ്മൾ കെയർഫുള്ളായിരിക്കണം, ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. ഒരിക്കലും ആ തിന്മയിൽ വീഴരുത്. സാഹചര്യങ്ങൾ ഒഴിവാക്കണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്ന് തന്നെ ഞാൻ പറയും. സ്വയംഭോഗത്തിന് കൂടുതൽ പ്രവണത ഉണ്ട്, അതും സൂക്ഷിക്കണം. ഈശോയുടെ തിരുരക്തം നമ്മുടെ തളിച്ച് പ്രാർത്ഥിക്കുക, അത് തീർച്ചയായിട്ടും ഒരു വിമോചനമാണ് ഡോണായ്ക്ക് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിമോചനം നമുക്ക് കിട്ടും എന്നുള്ള സംശയമില്ല. ഹെബ്രായ 10:29 അത് പറയുന്നുണ്ട്. തന്നെ ശുദ്ധീകരിച്ച ആ രക്തത്തെ പറ്റിയാണ് പറയുക. നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് തിരുരക്തത്തിന് എത്ര ശക്തിയുണ്ട് എന്ന് അത് വെളിവാക്കി തരികയാണ്. അതുകൊണ്ട് ഡോണ ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. സാഹചര്യങ്ങളെ ഒക്കെ സൂക്ഷിക്കണം, വീഴാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലേക്ക് തിരിയണം. വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവഴി ഒരു മോചനം ലഭിക്കും. പിന്നെ ഡോണ തീർച്ചയായിട്ടും തിരിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ കത്തെഴുതുന്നത് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഡോണയോട് ഞാൻ പറയുന്ന ഒരു ധ്യാനം നല്ലതാണ്. യുവജന ധ്യാനമുണ്ട്. അത് യുവാക്കളുടെ പ്രത്യേക പ്രശ്നങ്ങളെല്ലാം അവിടെ കൈകാര്യം ചെയ്യപ്പെടുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ധ്യാനമാണ്. അതിന് എത്രയും വേഗം പഠനമൊക്കെ നോക്കി സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്രയും വേഗം ആ ധ്യാനത്തിൽ ഒരു ഏകാന്ത ധ്യാനം, ഒരു സ്ഥലത്ത് പോയി താമസിച്ചുകൊണ്ടുള്ള ധ്യാനം നടത്തി കൂടുതൽ ശക്തി പ്രാപിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപ്പറ്റി എന്താണ് ടോൺസൺ പറയാനുള്ളത്? ഡോണ മോളെ, തീർച്ചയായിട്ടും മോടെ കത്ത് ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം കുഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ അരുതാത്ത വഴികളിലൂടെ കടന്നു പോയിട്ട് അതിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും മോചനം വേണം, മോചനം ആവശ്യമാണ്. ഈ തിന്മയ്ക്ക് നമ്മുടെ മേൽ ഒത്തിരി സ്വാധീനമുണ്ടെന്ന് ഓർക്കുക. ഈ ലോകം തിന്മയുടെ സ്വാധീനത്തിലാണ്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും തിന്മയുടെ ആധിപത്യം നമ്മുടെ മേലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലെ ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ പടിവാതുക്കൽ പതിയിരിക്കുന്ന സിംഹത്തെ പോലെയാണ് പാപം. അത് നിൻ്റെ മേൽ ചാടി വീഴാൻ കാത്തിരിക്കുകയാണ്. അതിനെ നീ കീഴടക്കണമെന്ന് തന്നെ ഈശോ പറഞ്ഞിരിക്കുന്നത്. അത് നിൻ്റെ മേൽ ആധിപത്യം നേടാൻ നീ അതിനെ കീഴടക്കണം. തീർച്ചയായിട്ടും മോളെ, ഇതിനെ കീഴടക്കിയിട്ട് നീ ഒരു വിശുദ്ധ ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറണം. വന്നു അതേക്കുറിച്ച് ആകുലതയോ അതിൻ്റെ ആസക്തിയിൽപ്പെട്ടിട്ട് ആ ചിന്തകളിലൂടെ ഇനിയും കടന്നു പോയിട്ടുണ്ട്. അടുത്ത തിന്മയ്ക്ക് വഴിയൊരുക്കുകയോ ചെയ്യാതെ മോൾ ഇമ്മീഡിയറ്റായിട്ട് ഈ മാരകമായ വിപത്തിൽ നിന്ന് മാറണം. ഇല്ലെങ്കിൽ നാശം മാത്രമാണ് നിന്നെ കാത്തിരിക്കുക. അതുകൊണ്ട് ഈ ജഡിക ആസക്തികളിൽ നിന്ന് മോചനം നേടണം. മോൾ ഒരിക്കൽ കൂടി നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ കൊണ്ട് വായിച്ചാൽ അവിടെ ആ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ പകുതി കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് വളരെ ഭീകരമായിട്ട് അത് എഴുതി വച്ചിട്ടുണ്ട് ഈ തിന്മകളെ പറ്റി. അത് മോചനം നേടേണ്ടത് മോടെ ആവശ്യമാണ്. വലിയ തിന്മയിലാണത്, അത് നശിപ്പിച്ച് കളയും മോളെ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അതേപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിർത്തുകയാണ്. കാരണം കഴിഞ്ഞ കത്തിലും ഇത് തന്നെ പറഞ്ഞിരുന്നു. വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട്
ഇതിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടണം. തിരുരക്തം കൊണ്ട് കഴുകി തിരുരക്ത കടലിൽ എന്നെ മുക്കാൻ ഈശോയോട് പറയുക. പൂർണ്ണമായിട്ടും കഴുകട്ടെ, നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം നമുക്കെല്ലാം നൽകപ്പെട്ടതാണ്. അതിൻ്റെ പുനരാവിഷ്കരണം തിരുരക്തം കൊണ്ട് കഴുകി വെട്ടിപ്പാക്കി നിർമ്മലമുള്ള വിശുദ്ധമായ ദൈവിക കൃപ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. മോൾ നിരന്തരം നിൻ്റെ കാവൽ മലാഹയോടും നിൻ്റെ പേരിൻ്റെ കാരണവതിയായ വിശുദ്ധിയോടും പ്രാർത്ഥിക്കണം. എൻ്റെ ബലഹീനത ഇതാ, എനിക്ക് മോചനം തരണം, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുകയും എല്ലാ ദിവസവും പോയി ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് നിലവിളിക്കുന്നേ. കൂട്ടുകാരുടെ മുമ്പിൽ ചിരിച്ചും കളിച്ച് നടക്കുന്നത് പോലെ തമ്പുരാൻ്റെ മുമ്പിൽ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വിനിയോഗിക്കുക. വേദപുസ്തകം വായിക്കുക. അനുഗ്രഹത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം നിന്നെ സഹായിക്കും. ഞങ്ങൾ മോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമല്ലേ ഉള്ളൂ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിലേക്ക് കടന്ന് വന്നേ മതിയാവൂ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളോട് ചോദിച്ചു പറയാനുള്ളത്, ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലൂടെ നന്മയിലേക്ക് കടന്നു വരികയും ചെയ്യണം എന്നുള്ളതാണ് സ്നേഹത്തോടെ പറഞ്ഞത്. നിമ്മി എന്ന് പറയുന്നു. ഡോണ 8 വയസ്സ് തൊട്ട് കസിൻ ബ്രദറുമായിട്ട് ആങ്ങളെ ഇല്ല എന്നുള്ള ഒരു കാരണം പറയുന്നുണ്ട്. ആങ്ങളെ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് എന്നാൽ ഒരു ആങ്ങളെ പോലെ കരുതിയില്ല. ആങ്ങളെ അത് വേറൊരു തരത്തിൽ ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ സ്വയംഭോഗം ചെയ്യുന്നു. അങ്ങനെയൊക്കെ. അപ്പം സ്വയംഭോഗം തിന്മയാണ്. കഴിഞ്ഞ കഴുത്തിലും കത്തിലും തിന്മയും ഇതിൻ്റെ സ്വയംഭോഗത്തെപ്പറ്റി തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ കസിൻ ബ്രദറുമായിട്ട് എടുക്കുന്നത് തന്നെ പറഞ്ഞു. അപ്പം കസിൻ ബ്രദറിനെ ബ്രദറായിട്ട് തന്നെ സ്വന്തം ആങ്ങളെ പോലെ തന്നെ കരുതണം. അത് ശാരീരികമായിട്ട് ബന്ധപ്പെടാനോ അത് തന്നെ നമ്മൾ പ്രത്യേകം നമ്മുടെ ശരീരത്തിൽ മറ്റൊരാൾ തൊടാനോ അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള വേറൊരു തരത്തിലുള്ള നോട്ടം, അത് തന്നെ നമുക്കൊരാളുടെ നോട്ടത്തിൽ നിന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. അപ്പോൾ ആ നോട്ടത്തിൽ നിന്നും ആണല്ലോ പിന്നെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മുടെ ശരീരത്തിൽ തൊടുവാനോ ഉള്ള അനുവാദം കൊടുക്കാതിരിക്കുക. ആങ്ങളമാരെ പോലെ തന്നെ ആങ്ങളെ പോലെ തന്നെ ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ തുടരുക. പിന്നെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവൾ ശരിക്കും പ്രാർത്ഥന ഉള്ളവളായി മാറണം. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ പല പല ധ്യാനങ്ങൾ പള്ളികളിൽ തന്നെ നടക്കുന്നുണ്ട്. യുവജനങ്ങൾക്കായിട്ട് പ്രത്യേകം ധ്യാനങ്ങളുണ്ട്. അതിലൊക്കെ സംബന്ധിക്കുക. ഏതായാലും ഒരു ക്രൈസ്തവ കുടുംബത്തിലെ അംഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ക്രൈസ്തവ ജീവിതത്തിൽ പോകുമ്പോൾ അവിടെ പള്ളികളോട് ബന്ധപ്പെട്ട് പല ധ്യാനങ്ങളും പല പ്രാർത്ഥനകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒക്കെ ഉള്ളതാണ്. ആ കൂട്ടായ്മകളിൽ ഇടവക വികാരിയോട് പറയാൻ പാടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ആത്മീയ ഗുരുവിനെ കണ്ടിട്ട് ഇവളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെടുക. ഇപ്പം നമ്മുടെ തന്നെ സെൻറ്ററുകളിലൊക്കെ നല്ല കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞു ഈ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കണം. അപ്പം അവർ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരും. അവരുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ ശരിക്കും പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുക. കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കുക. പിന്നെ യുവജനങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ട്, അതിലെല്ലാം സംബന്ധിക്കുക. പിന്നെ ഒക്കെ ആണെങ്കിൽ നല്ലൊരു യുവജന ധ്യാനത്തിൽ പങ്കെടുത്ത് ധ്യാനഗുരുവിനോട് പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു കുമ്പസാരം കഴിച്ച് മോചനം നേടുക. ഞങ്ങളും ഡോണായ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ പറ്റും ധ്യാനത്തിലൂടെ കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. 8 വയസ്സുള്ളപ്പോൾ വീടുമ്പോൾ വലിയ അറിവൊന്നുമില്ല. എങ്കിലും പൊതുവെ സ്ത്രീകൾക്കൊരു കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളുടെ നോട്ടം തെറ്റായ നോട്ടമാണോ അത് ശരിയായ നോട്ടമാണോ അത് പെട്ടെന്ന് ഡിസേൺ ചെയ്യാൻ ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കണം. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും തിരിച്ചു വരുവാൻ മകൾക്ക് സാധിക്കും. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അവരെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച ഈ പൊന്നുമക്കളെ അങ്ങ് കാത്തുകൊള്ളണമേ. ജാസ്മിനെയും ഡോണാമോളെയും അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തം അവരുടെ മേലെ ഈ നിമിഷം തന്നെ തളിക്കണമേ. അവരെ അടിമുതൽ മുടി വരെ തളിച്ചുകൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ വിശുദ്ധിയിലേക്ക് അങ്ങ് നയിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നിഷ്കാസനം ചെയ്യപ്പെടട്ടെ. അങ്ങനെ നന്മയുടെ വഴിയിലൂടെ പരിശുദ്ധിയുടെ വഴിയിലൂടെ അവർ മുൻപോട്ട് പോകുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ,
ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com